ആന മുക്കും അതുപോലെ ആട് മുക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? പിണറായി വിജയൻ എവിടെ കിടക്കുന്നു? നരേന്ദ്രമോദി എവിടെ കിടക്കുന്നു? നരേന്ദ്രമോദി ലോകം മുഴുവനും സഞ്ചരിച്ചു. അതുകൊണ്ട് നരേന്ദ്രമോദി ലോകം മുഴുവൻ സഞ്ചരിച്ചതുകൊണ്ട് പിണറായി വിജയൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ സഞ്ചരിച്ചാൽ എന്താ കുഴപ്പമെന്ന് അദ്ദേഹത്തിൻ്റെ ചോദ്യം. നരേന്ദ്രമോദി ലോകം മുഴുവൻ സഞ്ചരിച്ചു. നരേന്ദ്രമോദി ലോകം മുഴുവൻ സഞ്ചരിച്ചതുകൊണ്ട് ഇന്ത്യയുടെ എക്സ്പോർട്ട്, കയറ്റുമതി, വിവരമുള്ള ആൾക്കാരോട് ചോദിക്കുക, അവർ പറയും ഇന്ത്യയുടെ കയറ്റുമതി വർദ്ധിച്ചു. 2013-2014 $472 ബില്യൺ ആയിരുന്നു ഇന്ത്യയുടെ കയറ്റുമതി. അത് 2022-2023 അത് $750 ബില്യൺ മാറി. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പം ഒരു മൊബൈൽ ഫോൺ ഒരേ ഒരെണ്ണമായിരുന്നു ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാക്കിയിരുന്നത്. നരേന്ദ്രമോദി ഇന്ത്യയിൽ 2014 അധികാരത്തിൽ വരുന്ന സമയത്ത് ഇന്ത്യയിലെ ഫോറിൻ എക്സ്ചേഞ്ച് എത്രയായിരുന്നു എന്നുള്ളത് നിങ്ങൾ നോക്ക്. ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫോറിൻ എക്സ്ചേഞ്ച് ഈ സമീപകാല ഈ സ്വതന്ത്ര ഭാരതത്തിൻ്റെ 1947 ശേഷമുള്ള സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഫോറിൻ എക്സ്ചേഞ്ച് അത് ഭാരതത്തിലേക്ക് ഒഴുകിയെത്തുന്നത് ഇപ്പോഴാണ്. എന്തുകൊണ്ടാണിത് സംഭവിച്ചത്? നരേന്ദ്രമോദി ലോകം മുഴുവനും സഞ്ചരിച്ചതുകൊണ്ടാണ്. അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിക്കുമ്പോൾ പിണറായി വിജയൻ പോയതുപോലെ ലോകത്തുള്ള സകല ആളുകളെയും വലിയ വണ്ടി വിളിച്ച് അതിനകത്ത് കയറ്റി പട്ടിണി നടക്കുന്ന പാവപ്പെട്ടവനെ ചതിച്ച് അവൻ്റെ കൂടെ അതിൻ്റെ പിന്നാലെ 10-200 വാഹനങ്ങളായിട്ട് അങ്ങനെയല്ല ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പോകുന്നത്. ഈ നാട്ടിലെ TV പത്രക്കാരെ പോലും കൊണ്ടുപോകാറില്ല. ആകെ ദൂരദർശനെ മാത്രമേ കൊണ്ടുപോകാറുള്ളൂ. പണ്ട് പോയിരുന്നത് എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ അന്വേഷിക്കുക. പിന്നെ പിണറായി വിജയനെയും ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയെയും ഇങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് വിഷമം തോന്നുക, കേൾക്കുമ്പോൾ വിഷമം തോന്നുക. എന്താണ് താങ്കളുടെ താരതമ്യത്തിൻ്റെ ഒരു ലെവല്? അവസാനം പിന്നെ അത് എത്തിച്ചേർന്നത് എവിടെയാണ്? അത് എത്തിച്ചേർന്നത് ആസാമുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെയാണ്. അതിൻ്റെ കൃത്യമായ കണക്ക് ചോദിച്ചപ്പോൾ നമ്പ്യാർ ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ കണക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടാണോ താങ്കൾ പോസ്റ്റ് ചെയ്തത് എന്ന ചോദ്യമാണ്. എൻ്റെ പൊന്നു സുഹൃത്തെ, ഇത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടത്? വസ്തുനിഷ്ഠമായ കണക്കുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, അത് കേൾക്കാം. പിന്നെ ആസാം അല്ലല്ലോ കേരളം, UP അല്ലല്ലോ കേരളം. 20 കോടി ജനങ്ങളുള്ള UP ആണ് കേരളവുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ പറഞ്ഞു കേരളമാണ് എല്ലാ സ്ഥലത്തും 1-ാം സ്ഥാനം. സത്യം പറഞ്ഞാൽ കേരളം എല്ലാ സ്ഥലത്തും 1-ാം സ്ഥാനമാവണമെന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ, ഞാനടക്കമുള്ള എല്ലാ ആളുകളും. പക്ഷേ റിസർവ് ബാങ്കിൻ്റെ ഒരു വാർത്ത വന്നിട്ടുണ്ട്, ഒരു റിപ്പോർട്ട്. അതെന്താ റിസർവ് ബാങ്കിൻ്റെ റിപ്പോർട്ട്? കേരളം 1-ാം സ്ഥാനത്താണ്. അതെന്തിൻ്റെ 1-ാം സ്ഥാനം എന്നറിയോ നിങ്ങൾക്ക്? ഈ ഇന്ത്യ മഹാരാജ്യത്ത് 29 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള രാജ്യമേത്, സംസ്ഥാനമേത്? അവിടെ കേരളം 1-ാം സ്ഥാനമാണ്. ഹരിയാനയും പഞ്ചാബും ഒക്കെ ഉണ്ട് ഒപ്പം. അവിടെ കേരളം 1-ാം സ്ഥാനമാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, 1957 ഈ കേരളത്തിൽ EMS മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ ഈ കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന നെല്ല് എത്രയായിരുന്നു എന്ന് താങ്കൾക്കറിയോ? 1972 ഒരു കണക്ക് പ്രകാരം, ഞാൻ 57-ലൊക്കെ വിടുക, 72 ഉൽപ്പാദിക്കപ്പെട്ടിരുന്ന ഒരു കണക്ക് പ്രകാരം ഏതാണ്ട് 7.5 ലക്ഷം ടണ്ണ് ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഇന്ന് എത്രയാണ് ഉൽപ്പാദിപ്പിക്കുന്ന അറിയോ താങ്കൾക്ക്? 3.5 ലക്ഷം ടണ്ണാണ്. ഒരു വർഷം കേരളത്തിലെ ജനങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത് 40.5 ലക്ഷം ടണ്ണാണ്. ബാക്കിയൊക്കെ വരവാണ്. ഇനി വ്യാവസായിക മേഖല, ഈ കേരളത്തിൽ ഈ ഇടതുപക്ഷം, നിങ്ങൾ പറയുന്ന വലിയ പക്ഷമുണ്ടല്ലോ കേരളത്തിൽ 1-ാം സ്ഥാനത്തേക്ക് കേരളത്തെ നയിച്ച പക്ഷങ്ങൾ, ആ പക്ഷം കേരളത്തിൽ ഒരു വ്യവസായശാലയുണ്ടോ ചങ്ങാതി? ഈ കേരളത്തിൽ ആകെ 3 വ്യവസായശാലയുള്ളൂ. ഒന്ന് കൊച്ചിൻ ട്രാവൻകൂർ, ഒന്ന് ടൈറ്റാനിയം, ഒന്ന് FACT. ഈ 3 കൊണ്ടുവന്നത് ആരാ? ഇടതുപക്ഷമാണോ? ഈ 3 കൊണ്ടുവന്നത് ഇടതുപക്ഷമാണോ? ഈ 3 കൊണ്ടുവന്നതും സർ CPI, ഇടതുപക്ഷംകാർ വെട്ടിക്കൊല്ലാൻ തീരുമാനിച്ച സർ CPI. ഒരു സർവകലാശാല, കേരളത്തിൻ്റെ ഒരു സർവകലാശാല, കേരള സർവകലാശാല. ആ കേരള സർവകലാശാലയിൽ ഒരു ചാൻസലർ വേണം. ആര് വേണം എന്ന് ചിന്തിച്ചപ്പം ആൽബർട്ട് ഐൻസ്റ്റീനെ കേരളത്തിൻ്റെ സർവകലാശാലയിലേക്ക് വൈസ് ചാൻസലറോ ചാൻസലറോ ആയിട്ട് കിട്ടുമെന്ന് അന്വേഷിച്ച കാലമായിരുന്നു സർ CPIയുടെ. ഞാൻ സർ CPIയെ കുറിച്ചല്ല പറയുന്നത്. പക്ഷേ ഈ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ
AKG സെൻറ്ററിൽ ചായ എടുത്തു കൊടുക്കുന്ന ആളുകളെയും അടിച്ചു വാരുന്നവനെയാണ് ഈ വൈസ് ചാൻസലറാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എഴുതാത്ത പ്രബന്ധങ്ങൾക്ക് ഡോക്ടറേറ്റ് കൊടുക്കുകയും കട്ടെഴുതിയതിന് ഡോക്ടറേറ്റ് കൊടുക്കുകയും അതുപോലെ തന്നെ അപ്പുറത്തിരുന്ന വാഴക്കൊല ഇപ്പുറത്ത് വെട്ടിവെച്ചപ്പം അതിന് ബാക്കി എല്ലാ അവാർഡും കൊടുക്കുന്ന അങ്ങേയറ്റത്തെ നാണം കെട്ട, വാസ്തവത്തിൽ നവകേരള സൃഷ്ടിയല്ല, നവകേരള സദസ്സുമല്ല, നാറ്റ കേരള, നാണം കെട്ട നാറ്റ കേരള സദസ്സാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഈ കേരളത്തിൽ പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്.